എന്താ? ഞാൻ ക്ലിനിക്കിൽ പോകാൻ വേണ്ടി പോകുന്നു, ഇറങ്ങുന്നു. എന്നിട്ട് ഇറങ്ങിയില്ലല്ലോ, ചേട്ടൻ എന്തോ തീരുമാനമാവാത്ത പോലെയാണല്ലോ നിൽക്കുന്നത്. അങ്ങനെ തോന്നിയാ? ആ എന്താ ഏട്ടാ? ഒരു എന്താ വന്നെന്ത്? അല്ല ചേട്ടൻ ഓക്കെ അല്ലേ? ഞാൻ ഓക്കെയാണ്. ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നു. പറ പെട്ടെന്ന് പറ. ചേട്ടൻ ഇങ്ങനെ സമാധാനം ഇല്ലാതെ എന്നാ ഞാൻ എങ്ങനെയാ പറയുന്നേ? മക്കൾ പറ. അതിങ്ങനെ വെപ്രാളത്തിലല്ല, സമാധാനത്തിൽ പറയേണ്ട കാര്യമായിരുന്നു. ഇപ്പൊ സമാധാനമാണ്. ആശ എവിടെ? അല്ല അവളെവിടെ? ആശ എവിടെ? നാത്തു എപ്പോഴേ സൂപ്പർ മാർക്കറ്റിൽ പോയാ? പിന്നില്ലേ. നീ പറയാവുന്ന എന്താണ്? ഓക്കെയാണ് മകൾ പറ. വൈകിട്ടൊന്ന് അമ്പലത്തിൽ വരെ പോണമായിരുന്നു. എന്താണ് പെട്ടെന്ന് അമ്പലത്തിൽ? പെട്ടെന്നല്ല, ശിവേട്ടന്റെ പേരില് ഞാനൊരു ചുറ്റുവിളക്ക് നേർന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അമ്മ പറഞ്ഞു ചേട്ടന്റെ അടുക്കേ പറയാന്ന്, കുഞ്ഞുള്ളതുകൊണ്ട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞു എന്നോട്. ചുറ്റുവിളക്ക് അപ്പം എല്ലാരും പോണ്ടേ? അപ്പം എല്ലാരും പോണം, പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം ഇവിടെ അറിയാലോ. ഇപ്പൊ കുഞ്ഞുണ്ട്, നമുക്ക് അങ്ങനെ പോകാൻ പറ്റുമോ? അപ്പൊ ചേട്ടൻ പോയൊന്ന് നടത്തിയിട്ട് വന്നാൽ നല്ലതായിരിക്കും. ഞാൻ പോണോ അല്ലേ? ഹലോ, കമല മാഡം. ഓ വരാം മാഡം. എന്താ എന്താ? ആരാ ഇത്? പേഷ്യന്റിന്റെ പേര് കമല മേഡം ഒന്നു. കമല മേഡനെ എന്തിനാ ചേട്ടനെ വിളിക്കുന്നത്? ഏത് കമല മേഡം? ശിവേട്ടന്റെ. കമല മേഡം അല്ലേ ഇത്? കമല ശശിധരൻ. ഇവിടെ പൂച്ച നോക്കാണ്ട്. പൂച്ച? വയ്യ പൂച്ചക്ക് അസുഖം. പേഷ്യന്റിനെയാണോ ചേട്ടാ മേഡം എന്നൊക്കെ വിളിക്കുന്നത്? പേഷ്യന്റിന്റെ ഓണർ. കൊള്ളാം. ഞാൻ പോയിട്ട് വരാം. അമ്പലത്തിൽ പോവാൻ മറക്കരുത്. അമ്പലത്തിൽ തോന്നുന്നു. അമ്പലത്തിൽ നേരത്തെ പറഞ്ഞേ മധുരവിളക്ക്. മധുരവിളക്കോ? ചുറ്റുവിളക്ക്. ചേട്ടൻ എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്. ഇതിനകത്തൊന്നും ഇല്ലല്ലോ, പിന്നെന്തോ തപ്പി. എന്തുവാ? ഒന്നുമില്ല. ഒന്നുമില്ലേ? എന്ത് വന്ന കാര്യം? ചിറ്റപ്പ പുറത്തു പോകുന്നുണ്ടെങ്കിൽ നമ്മള് വരാം. എന്തിന്? അല്ല ചിറ്റപ്പ, ഇവിടെ ഇരുന്നിട്ട് ഭയങ്കരമായിട്ടും ബോറടിക്കുന്നു. പ്ലീസ് ചിറ്റപ്പ കൊണ്ടുപോവോ? എന്റെ പൊന്നു മക്കളെ, നിങ്ങക്ക് ബോറടി മാത്രല്ലേ ഉള്ളൂ. ഞാൻ അതിന് വലിയ പ്രശ്നത്തിലാണ്. ചിറ്റപ്പൻ പ്രശ്നത്തിലാണ്? ആ എന്നെങ്കിൽ ആ പ്രശ്നം ഞങ്ങളടുത്ത് പറ. അപ്പൊ നമ്മൾ അതിനൊരു പരിഹാരം കണ്ടെത്താം. ചിറ്റപ്പന്റെ പ്രോബ്ലം സോൾവ് ആവും, നമുക്കൊരു ബോറടി മാറും. നിങ്ങളെ ബോറടി മാറാൻ വേണ്ടി എന്റെ പ്രശ്നം നിങ്ങളടുത്ത് പറയണം അല്ലേ? പറയുന്നില്ല. എന്റെ പൊന്നു പിള്ളേരെ, ഞാൻ കുറച്ചു നേരം ഇവിടെ അനങ്ങാതങ്ങനെ ഇരുന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ പാടുമൊക്കെ പോ. ഞാൻ പുറത്തോട്ടൊന്നും പോകുന്നില്ല. കൂടെ നമ്മളെങ്ങോട്ട്. എന്താണ് സംഭവം? എന്താണ്? അല്ല, ഞങ്ങള് ചിറ്റപ്പനെ കളിക്കാനായിട്ട് വിളിക്കാൻ വന്നതാ. ഇപ്പൊ കളിക്കട്ടെ. ഇപ്പൊ നിങ്ങൾ പുറത്ത് പോയി കളി. ചുറ്റിപ്പം കുറച്ച് കഴിഞ്ഞിട്ട് വരും കളിക്കാൻ. വരുവോ? വരണം കേട്ടോ. പോട്ടെ. എന്താ നീ കളിക്കണടാ? ഞാനൊന്നും അവരടുത്ത് പറഞ്ഞിട്ടൊന്നുമില്ല. നീ അവിടുത്തെ ഒന്നും പറഞ്ഞില്ല. നീ പിള്ളേരുടെ കളിച്ചോണ്ടിരിക്കണാടാ. നീ കേസിന്റെ അവസ്ഥ എന്താണെന്ന് അറിയാമോ നിനക്ക്? വല്ലോ എനിക്കൊന്നും അറിയത്തില്ല. എന്തുവായി? എടാ, എന്റെ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചെന്ന്. എന്റെ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചെന്ന്. അളിയെ വിളിപ്പിച്ചാ നീ കുഴപ്പമില്ലല്ലോ, അങ്ങ് പോയാ പോരെ. എടാ, അവനൊന്നും അല്ല, എന്നെ കമല മാഡമാണ് വിളിച്ചത്. കമല മാഡാണെങ്കിൽ പ്രശ്നമല്ലോ. എന്നാ പിന്നെ ഒരു ചേട്ടന് പോയിരുന്ന പോരെ? എടാ, എന്നാ സംശയം കൂടൂലേ? സംശയം കൂടുമെങ്കിൽ ചേട്ടൻ ഒരു കാര്യം ചെയ്യണം. സ്റ്റേഷനിൽ ചെന്നിട്ട് ഉള്ളതുപോലെ പറയണം. പിന്നെ അവിടെ പിടിച്ച് നിർത്തട്ടെന്ന് അവര്. ആക്സിഡന്റ് ഒഴിച്ച് ഉള്ളതുപോലെ പറയാൻ. ഇപ്പൊ നമ്മൾ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം കള്ളം പറയും, വീണ്ടും കള്ളം പറയുമ്പോൾ നമ്മൾ പൂട്ടും. അപ്പൊ അകത്ത് പോവില്ലേ? അപ്പോഴ് ചേട്ടാ, നമ്മൾ നടന്ന കാര്യങ്ങളെങ്കിൽ പറയാ. നമ്മൾ വന്ന വഴി, നമ്മൾ ബൈക്ക് അവിടുന്ന് ഇറങ്ങിയ വഴി, സമയം ഒഴിച്ച് ബാക്കിയെല്ലാം കറക്റ്റായിട്ടങ്ങ് പറഞ്ഞാൽ മതി. പിടിക്കത്തില്ലെന്ന്. ചേട്ടാ, നമ്മൾ ഇതുവരെ എത്തിയില്ലേ? ഇതുകൂടെ കഴിഞ്ഞ് നമ്മൾ രക്ഷപ്പെടും. ചേട്ടാ ചെല്ലേട്ടാ. സമയം 5 മിനിറ്റ് കുറച്ച് പറയാ.
ബാക്കി കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് പറയാം. ഫ്ലവേഴ്സ് 9ാം വാർഷിക നിറവിൽ